അല്ലെ ലോക ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ പിന്നിൽ നിന്ന ശേഷമാണ് സെമിയിൽ ഇംഗ്ലണ്ടിനെ അർജന്റീന വീഴ്ത്തിയത്. എൻസോ ഫെർണാണ്ടസും ലൗതാരോ മാർട്ടിനസുമാണ് സ്കോറർമാർ. ലയണൽ മെസ്സിയാണ് 2 ഗോളുകൾക്കും വഴി തുറന്നത്. 55-ാം മിനിറ്റിലെ ഗോർഡന്റെ ഗോളിന് ശേഷം പ്രതിരോധത്തിലേക്ക് വലിഞ്ഞതാണ് ഇംഗ്ലണ്ടിന് തിരിച്ചടിയായി മാറിയത്. എൽദോ ഉണ്ട് വിശദാംശങ്ങളുമായി. എൽദോ, നമുക്ക് ലാസ്റ്റ് സെന്റൻസിൽ നിന്ന് തുടങ്ങാം. 1-0 നിന്ന് ഇംഗ്ലണ്ട് കംപ്ലീറ്റ് ഓൾ ഔട്ട് ഡിഫൻസിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ 70-ാമത്തെ മിനിറ്റിന് ശേഷം കണ്ടത് അർജന്റീനയുടെ ഓൾ ഔട്ട് അറ്റാക്കിംഗ് ആണ്. അതും മെസ്സി ഉണ്ടാക്കുന്ന അവസരങ്ങൾ 2 അസിസ്റ്റുകളും മെസ്സിയുടെയാണ്. ഫൈനൽ സ്പെയിൻ അർജന്റീന. ഹരി, ലയണൽ മെസ്സി എന്ന മാന്ത്രികന് ഗോൾ അടിക്കുക എന്നുള്ളത് അതൊരു പ്രശ്നമേ അല്ല. ഗോൾ അടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അയാൾ എന്നുള്ളതാണ്. മാസ്മരികമായിരുന്നു ലയണൽ മെസ്സി ഇന്നലെ. 55-ാമത്തെ മിനിറ്റിൽ ഇംഗ്ലണ്ട് മുന്നിലെത്തിയതാണ്. പക്ഷേ ഒരിക്കൽ പോലും അർജന്റീന ആരാധകർക്ക് ഈ മത്സരം കൈവിട്ടു പോകുന്നു എന്നുള്ള തോന്നൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് കഴിഞ്ഞ കുറേ മത്സരങ്ങളായി അർജന്റീന ആരാധകർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. വല്ലാത്ത രീതിയിൽ ഹൃദയമിടിപ്പ് കൂടുക, പിന്നെ ആകാംക്ഷകൾ ഉറ്റുനോക്കുക എന്നുള്ളത്. അത്രമാത്രം ഗംഭീരമായിരുന്നു അർജന്റീനയുടെ 2ാം പകുതിയിലെ, പ്രത്യേകിച്ചും ഗോൾ അടിച്ച ശേഷമുള്ള, ഗോൾ വഴങ്ങിയ ശേഷമുള്ള പ്രകടനം. അങ്ങനെ അസാധ്യമായ ഒരു മത്സരത്തിലായിരുന്നു അർജന്റീനയുടെ ജയം. ഗംഭീരമായി തന്നെ അർജന്റീന ആ ജയം സ്വന്തമാക്കുകയും ചെയ്തു. 85-ാം മിനിറ്റിൽ, അതായത് ഫൈനൽ നിശ്ചിത സമയം 90 മിനിറ്റിൽ 85-ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ അർജന്റീന നേരിടുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം രസകരമായി തന്നെ ആ മത്സരത്തിലേക്ക് ടീമുകൾക്ക് എത്താൻ സാധിച്ചു. കളിയിൽ അർജന്റീനയും ഇംഗ്ലണ്ടും ആദ്യ പകുതിയിൽ അത്രമാത്രം ഗംഭീരമായിട്ടുള്ള മത്സരമല്ല ആദ്യ പകുതിയിൽ നടത്തിയത്. അതൊരു ഫിസിക്കൽ ഗെയിമായി തന്നെ മാറുകയായിരുന്നു. പലവട്ടം ഒരു സെമി ഫൈനലിൻ്റെ മുഴുവൻ ആവേശവും മുഴുവൻ പോരാട്ട വീര്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം ഫിസിക്കലായി തന്നെ മാറിയ ഒരു മത്സരത്തിൽ 2ാം പകുതിയുടെ 55-ാം മിനിറ്റിൽ, അതായത് 2ാം പകുതിയുടെ 9-ാം മിനിറ്റിൽ തന്നെ ഇംഗ്ലണ്ട് ആദ്യം ഗോൾ സ്കോർ ചെയ്യുന്നു. ഇംഗ്ലണ്ട് ആ ഗോൾ സ്കോർ ചെയ്തതിന് പിന്നാലെ അർജന്റീന ഉണരുന്നതാണ്. അതായത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയതുപോലെ തന്നെ അർജന്റീന അപൂർവമായിട്ടുള്ള ഒരു ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഈ ലോകകപ്പിൽ അർജന്റീന പ്രകടമാക്കിയ ഏറ്റവും ആക്രമണാത്മക ഫുട്ബോളായിരുന്നു ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ ഉണ്ടായത് എന്നുള്ളതിൽ മറ്റൊരു തർക്കവുമില്ല. അത്രമാത്രം രസകരമായിട്ടാണ് അർജന്റീന കളിച്ചത്. ഇനി ലൗതാരോ മാർട്ടിനസ് കൂടി കളത്തിലേക്ക് എത്തിയതോടുകൂടി കളി പൂർണ്ണമായിട്ടും മാറി എന്ന് വേണം പറയാൻ. എന്നാലും ആദ്യ പകുതിയിൽ, അതായത് ആദ്യ 11-ൽ ചില മാറ്റങ്ങൾ അർജന്റീന വരുത്തിയിരുന്നു. സിമോണിയെ കളത്തിലിറക്കിയാണ് അർജന്റീന ഡീപോളിന് പകരം സിമോണിയെ കൊണ്ടുവന്നാണ് അർജന്റീന മത്സരത്തിലേക്ക് എത്തിയത്. ആ നീക്കങ്ങളിൽ പക്ഷേ ആദ്യ പകുതിയിൽ ഫലമുണ്ടായില്ല എന്നുള്ളത് ശരി തന്നെ. അർജന്റീനയുടെ ശ്രമങ്ങൾ ഒന്നൊന്നായി തന്നെ ഇംഗ്ലണ്ട് തകർത്തു. മാത്രമല്ല അർജന്റീനയുടെ പ്രതിരോധം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ ലോക മത്സരങ്ങളിൽ എപ്പോഴും അർജന്റീനയുടെ ലെഫ്റ്റ് റൈറ്റ് ബാക്കുകൾ, അതായത് വിങ്ങുകൾ പൊട്ടിപ്പോകുക എന്ന് എപ്പോഴും ആരാധകർ പരാതിപ്പെടാറുണ്ട്. പക്ഷേ ആ പരാതിക്ക് ഇന്നലെ അത്ര അടിസ്ഥാനം ഉണ്ടായില്ല. ലയണൽ സ്കലോണി എന്ന ആ തന്ത്രജ്ഞനായിട്ടുള്ള പരിശീലകനും മറുവശത്ത് തോമസ് ടുഹേൽ എന്ന മറ്റൊരു തന്ത്രജ്ഞൻ, ഈ രണ്ട് പരിശീലകരുടെ ആവേശകരമായിട്ടുള്ള ഫുട്ബോൾ വിരുന്നാണ് ആരാധകർക്ക് ഇന്നലെ അറ്റ്ലാന്റയിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും രസകരം. എന്താണെങ്കിലും ആന്റോണി ഗോർഡൻ 55-ാമത്തെ മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നാലെ ആക്രമണങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു അർജന്റീനയുടെ ഭാഗത്ത്. തുടർച്ചയായി അർജന്റീന ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. ഇംഗ്ലണ്ട് ഗോൾ പോസ്റ്റിന് മുന്നിൽ ഇംഗ്ലണ്ട് ഡിഫൻഡർമാർ പലപ്പോഴും ഈ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസ് എപ്പോഴും ചോദ്യചിഹ്നമായിരുന്നു. ആ ഡിഫൻസീവ് നിരയെ, ഒപ്പം ജൊനാഥൻ പിക്ഫോർഡ് എന്ന അവരുടെ ഗോൾ കീപ്പറെ, രണ്ട് സംഘത്തെയും തുടർച്ചയായി പരീക്ഷിച്ചുകൊണ്ട് അർജന്റീന ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. ആ അർജന്റീന ടീമിനെ ഏറ്റവും ഒടുവിൽ 85-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ആണ് ഗോൾ സ്കോർ ചെയ്ത് മുന്നിലെത്തിക്കുന്നത്. എൻസോ ഫെർണാണ്ടസിന്റെ ആ ഗോള് വഴി തുറന്നത് ലയണൽ മെസ്സിയാണ്. അടുത്ത ഗോളിനും വഴി തുറക്കുന്നത് ലയണൽ മെസ്സിയാണ്. ലൗതാരോ മാർട്ടിനസ് ഇഞ്ചുറി ടൈമിന്റെ 2ാമത്തെ മിനിറ്റിൽ 2-1 ലീഡ് നൽകുന്നു. ഒരുപക്ഷെ ഇത് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു എന്ന് സംശയം ഉയർന്ന സമയത്താണ് ലൗതാരോ വീണ്ടും ഒരു ഗോൾ സ്കോറിംഗ് മെഷീനായി മാറുന്നത്. ലൗതാരോയുടെ മനോഹരമായിട്ടുള്ള ഗോളിലൂടെ അർജന്റീന ജയം ഉറപ്പാക്കുന്നതും. ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, നമുക്കറിയാം ഈ മത്സരത്തിൽ ഡബിൾ എഞ്ചിനുമായി അല്ലെങ്കിൽ
ഒരു ഡബിൾ ബാരൽ ഇംഗ്ലണ്ട് ടീമാണ് അർജന്റീന നേരിടേണ്ടത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ലയണൽ മെസ്സിയെ എങ്ങനെ നിശബ്ദനാക്കാൻ ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ട് ശ്രമിച്ചു, അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമിനെയും ഹാരി കെയ്നെയും പൂട്ടിക്കളഞ്ഞു അർജന്റീന ഡിഫൻസ്. അർജന്റീനയുടെ മധ്യനിര അക്ഷരാർത്ഥത്തിൽ അതിൽ വിജയിച്ചു. ലയണൽ മെസ്സിയെ പക്ഷേ പിടിച്ചു കെട്ടുക അസാധ്യമാണ് എന്നുള്ളത് ഒരുപക്ഷെ മത്സരം കണ്ടവർക്കറിയാം. കാരണം ആ 2 ഗോളുകൾ തന്നെ അതിനുള്ള ഉത്തരമാണ്. ലയണൽ മെസ്സി ഗോൾ അടിക്കുക എന്നതിനപ്പുറത്തേക്ക് വിങ്ങുകളിലേക്ക് മാറി കളിച്ച് വിങ്ങുകളിലേക്ക് മാറി നിന്ന് തുടർച്ചയായി പന്ത് ബോക്സിനുള്ളിലേക്ക് നൽകുന്ന ഒരു അസിസ്റ്റിംഗ് മെഷീനായി മാറുന്ന സാഹചര്യമായിരുന്നു. ഗോൾ നേടുക ആയിരുന്നില്ല ലയണൽ മെസ്സിയുടെ ഇന്നലത്തെ ദൗത്യം. അത് മൊത്തത്തിൽ സ്കോർ ചെയ്യിപ്പിക്കുക, ഗോൾ അടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ രസകരമായി തന്നെ ലയണൽ മെസ്സി ആ ദൗത്യം അത് നിർവഹിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലയണൽ സ്കലോണി എന്ത് ഏൽപ്പിക്കുന്നുവോ ആ ഏൽപ്പിക്കുന്ന ദൗത്യത്തെ മനോഹരമായി നിർവഹിച്ചു. ആ കളത്തിൽ ലയണൽ മെസ്സി എന്ന ഇതിഹാസവും മറ്റ് സഹതാരങ്ങളും എന്താണെങ്കിലും അർജന്റീനയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് ഈ നീല ജേഴ്സി അണിഞ്ഞ അർജന്റീനയ്ക്കെതിരെ ജയം സ്വന്തമാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2005 ശേഷം ആദ്യമായിട്ടാണ് അർജന്റീനയും ഇംഗ്ലണ്ടും രാജ്യാന്തര വേദിയിൽ പന്ത് തട്ടുന്നത്. 86 ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ, 97 പ്രീ ക്വാർട്ടർ, ഈ മത്സരങ്ങളിലൊക്കെ അർജന്റീന നേടിയ സുപ്രീമസി ആ നീല ജേഴ്സിയിലാണെന്നുള്ള വിശ്വാസമായിരിക്കാം അർജന്റീനയെ ഇന്നലെ ആ കളത്തിൽ കടുനീല നിറത്തിൽ എത്തിച്ചത് എന്നുള്ള സംശയങ്ങളും വിലയിരുത്തലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാണെങ്കിലും അക്കാര്യത്തിൽ അർജന്റീന മാനസികാധിപത്യം നേടി എന്ന് വേണം കരുതാൻ. കാരണം അർജന്റീനയുടെ കടം നീല ജേഴ്സി ഇംഗ്ലണ്ടിനെതിരെ വീണ്ടും ഭാഗ്യമാവുകയാണ്. അന്ന് ഡിയഗോ മറഡോണയാണ് മാന്ത്രിക സ്പർശവുമായി നൂറ്റാണ്ടിലെ ഗോളുകൾ നേടിയതെങ്കിൽ ഇക്കുറി അത് ലയണൽ മെസ്സിയുടെ മനോഹരമായിട്ടുള്ള കാൽപന്ത് ആരവം കൊണ്ടാണ് അർജന്റീന ഇംഗ്ലണ്ടിനെ മറികടന്ന ലോകകപ്പിന്റെ ഫൈനലിലേക്ക് തുടർച്ചയായി 2ാം ലോക ഫൈനലിലേക്ക് എത്തുന്നതായിരിക്കും. അതെ, ഒരു ഒറ്റ കാര്യം. കാരണം കഴിഞ്ഞ മത്സരം നമ്മൾ കളി കാണുമ്പോഴേക്കും നമുക്കും തോന്നുന്നില്ല. കാരണം സ്കലോണി നടത്തിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഡിപ്പോളിനെ കൊണ്ടുവരുന്നു, ഓട്ടോമെൻഡിയെ കൊണ്ടുവരുന്നു, മോണ്ടിയലിനെ കൊണ്ടുവരുന്നു, അവസാനം മാർട്ടിനസിനെ കൊണ്ടുവരുന്നു. ഞാൻ പറയുന്നത് ഈ നിർണായകമായ ചേഞ്ചസ് എല്ലാം വരുത്തിയത് ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ്. അപ്പോഴും അർജന്റീനയെ ത്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത് തിരിച്ചടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇംഗ്ലണ്ട് ആ ഗോൾ അടിച്ചതിന് ശേഷം പൂർണ്ണമായും ഡിഫൻസിലേക്ക് പോയത് നമ്മൾ കണ്ടു. അത് പൂർണ്ണമായും അടിതെറ്റി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾ, അതായത് ഫസ്റ്റ് ഹാഫിൽ മെസ്സിയെ സൈലന്റ് ആക്കി നിർത്താൻ ഇംഗ്ലണ്ടിന് സാധിച്ചു എങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഹാരി കെയ്നൊന്നും ഫ്രെയിമിലേ ഇല്ലാത്തൊരവസ്ഥ. അറ്റാക്കിംഗ് തേർഡിലേക്ക്, അതായത് ഇംഗ്ലണ്ട് അറ്റാക്കിംഗ് തേർഡിലേക്ക് പന്തേ പോകുന്നില്ല. ഞാൻ പറയുന്നത് ഈ നിർണായകമായ ചേഞ്ചസ് എത്രമാത്രം ഈ മത്സരത്തിന് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് അർജന്റീനയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം ഡിപ്പോളൊക്കെ വന്നതിന് ശേഷം പിന്നീട് മിഡ് അങ്ങ് ഡിപ്പോളുടെ കയ്യിലേക്ക് പോവാണ്. സെക്കൻഡ് ഗോള് മെസ്സിയുടെ ആ ഒരു മിന്നും ക്രോസ് മാർട്ടിനസിന് ആകെ ചെയ്യേണ്ടത് തല കൊണ്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ്. അളന്നു കുറിച്ച ക്രോസ് പോലെയാണ് തോന്നിയത്. ഈ പിന്നിൽ നിന്നതിന് ശേഷം തിരിച്ചു വരുന്ന അർജന്റീനയെ എത്രമാത്രം പേടിക്കണം. കാരണം തുടർച്ചയായി നമ്മൾ ഈ മത്സരങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പിന്നിൽ നിന്നും കയറി വരുന്ന അർജന്റീന ഈ ലോകകപ്പിൽ ഒരു ശീലമാണ് അർജന്റീന ആരാധകർക്കെങ്കിലും. കാരണം ലോകകപ്പിൽ ഏത് മത്സരം എടുത്താലും അത് ഗ്രൂപ്പ് ഘട്ട നോക്കൌട്ടിലെ എല്ലാ മത്സരങ്ങളും അതുപോലെ തന്നെയായിരുന്നു. അർജന്റീന എല്ലാ മത്സരങ്ങളും നിശ്ചിത സമയത്ത് നിന്നും കടന്ന് എക്സ്ട്രാ ടൈമിലേക്ക് പോയി പിന്നിലിന് ശേഷമാണ് അർജന്റീന അതിഗംഭീരമായി തിരിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ ഈ ഒരു തന്ത്രം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ലയണൽ സ്കലോണിയുടെ തന്ത്രങ്ങൾ, അതാണ് അതിലെ പോയിന്റ് ഹരി സൂചിപ്പിച്ചതിൽ. ആ ലയണൽ സ്കലോണി എന്ന മനുഷ്യൻ്റെ ആലോചന പലപ്പോഴും നമ്മൾ അമ്പരപ്പിക്കും. എന്തുകൊണ്ടാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ആലോചിക്കുമ്പോഴായിരിക്കും അദ്ദേഹത്തിന് മറ്റൊരു ആലോചന അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മത്സരഫലം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ മത്സരഫലം അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും സാധാരണ ആരാധകർക്ക്, ഫുട്ബോൾ നിരീക്ഷകർക്ക് പോലും ബോധ്യപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റോഡ്രിഗോ ഡി പോൾ ഇന്നലെ അത്ര മിന്ന ഫോമിലായിരുന്നില്ല. പക്ഷേ സിമോണി ആദ്യ പകുതിയിൽ കുറച്ചൊക്കെ ഈ ഫൗളിനൊക്കെ കമ്മിറ്റ് ചെയ്തുവെങ്കിൽ പോലും ഒരു ഉണർവ് വന്നപ്പോൾ സിമിയോണിയെ വലിച്ച് നേരെ റോഡ്രിഗോ ഡി പോൾ കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ കണ്ട റോഡ്രിഗോ ഡി പോൾ ആയിരുന്നില്ല ഇന്ന് കളത്തിൽ. അത്രമാത്രം ഗംഭീരമായി റോഡ്രിഗോ ഡി പോൾ കളിക്കുകയും ചെയ്തു. ഇനി ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തുന്നത് അർജന്റീനയുടെ ഒരു മിഡ്ഫീൽഡിലെ പ്രധാനിയായിട്ടുള്ള പരദേശിനെയാണ്. ലിയാൻഡ്രോ പരഡേസിനെ പിൻവലിച്ച ശേഷം അവിടെ കൊണ്ടുവരുന്നതിൽ നിക്കോളാസ് ഗോൺസാലസിനെയാണ്. പിന്നീട് ഒട്ടോമെന്റിയെ കൊണ്ടുവരികയാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒട്ടോമെന്റിയെ. ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന അവരുടെ സെന്റർ ബാക്കിലെ പ്രധാനിയായിട്ടുള്ള ലിസാൻഡ്രോ മാർട്ടിനസിനെ. ഇതൊക്കെ ആക്രമണത്തിന് കൂടുതൽ വൈവിധ്യം നൽകി എന്നുള്ളതാണ്. അതായത് ഒരു ഗോളിന് പിന്നിൽ നിൽക്കുന്ന അർജന്റീനയ്ക്ക് ഗോൾ അടിപ്പിക്കാനുള്ള എല്ലാ മരുന്നും ഇങ്ങനെ നിറച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഈ ലയണൽ സ്കലോണി എന്ന പരിശീലകൻ. റോഡ്രിഗോ ഡി പോൾ എത്തുന്നു, ഗോൺസാലോ മൊണ്ടിയൽ എത്തുകയാണ് മൊളീനയ്ക്ക് പകരമായിട്ട്. അങ്ങനെ
അർജന്റീനയുടെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മൾ ലയണൽ മെസ്സിയെ പറയുമ്പോൾ പോലും അവിടെ എനിക്ക് തോന്നുന്നു അറിയാതെയെങ്കിൽ പോലും അത് അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല. ലയണൽ സ്കലോണിയാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ. അദ്ദേഹം തന്നെ ആവണം ഒരു പരിശീലകൻ എന്ന നിലയിൽ. പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ മാന്ത്രികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു. ഒരു ഇതിഹാസ പരിശീലകൻ എന്ന മട്ടിലേക്ക് ലയണൽ സ്കലോണി മാറുന്നുമുണ്ട്. അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾ അത് നിർണായകമാണ്, അമ്പരപ്പിക്കുന്നതാണ്. പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കും, പക്ഷേ ആ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ അതിൻ്റെ വിശദീകരണം നൽകുകയും ചെയ്യും മത്സരശേഷം സ്കോർ കാർഡ് കാണുമ്പോൾ. ഈ അർജന്റീന ആരാധകരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ മത്സരങ്ങളൊക്കെ അനുഭവിച്ച ഒരു പിരിമുറുക്കം കൊണ്ടാകണം ഇന്നലെ പിരിമുറുക്കം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇംഗ്ലണ്ടാണ് കരുത്തരാണെങ്കിൽ പോലും, പിന്നിലാണെങ്കിൽ പോലും അർജന്റീന ആരാധകർ കോൺഫിഡൻ്റ് ആയിരുന്നു, അർജന്റീന ആരാധകർ പ്രതീക്ഷയിലായിരുന്നു. കാരണം ഈ ടീമിന് ജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള ഉറപ്പ്, പ്രതീക്ഷ ആ ടീമിനുണ്ടായിരുന്നു. അത് നിർവഹിക്കുകയും കരുത്ത് കാട്ടുകയും ചെയ്തു. അർജന്റീന അങ്ങനെ സ്പെയിനെ നേരിടാൻ ഫൈനലിലേക്ക് പ്രയാണം ചെയ്തു ഹരി. യെസ്, അതാണ്. എന്തായാലും ഫൈനലിലേക്ക് പോകുമ്പോഴേക്കും സ്പെയിനും അർജന്റീനയുമാണ് കരുത്തരായ രണ്ട് ടീമുകൾ തമ്മിൽ തന്നെ ഫൈനൽ കളിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ ആ മത്സരം മാറി. എന്തായാലും സ്പെയിൻ അർജന്റീന ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ഇംഗ്ലണ്ട് പുറത്താകുന്നു, അർജന്റീന 2-1 ജയിച്ച് മുന്നേറുന്നു. എൽദോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.